10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും പാർട്ട് 11. അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ, വർഷം, സ്ഥലം, ഇടപെടലുകൾ. ലോക കാലാവസ്ഥാ സംഘടന 1950. ജനീവ കാലാവസ്ഥാ സമ്മേളനങ്ങൾ. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972. സ്റ്റോക്ക്ഹോം പരിസ്ഥിതി പരിപാലനവും വികസനവും. ഭൗമ ഉച്ചകോടി 1992. റിയോ ഡി ജനീറോ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997. ക്യോട്ടോ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987. മോൺട്രിയൽ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015. പാരീസ് ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി 2023. ന്യൂഡൽഹി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. അഭയാർത്ഥികൾ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന വരൾച്ച, പ്രളയം, മരുഭൂവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവർ മറ്റു പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥാ കുടിയേറ്റം. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN കണക്കുകൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ. 1. ഊർജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, പ്രൊമോഷൻ ഓഫ് എനർജി എഫിഷ്യൻസി. 2. വനങ്ങൾ സംരക്ഷിക്കൽ, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്. 3. സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തൽ, ചേഞ്ച് ഇൻ ടെക്നോളജി. 4. കാറ്റ്, സൗരോർജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി.